ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ലോക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്കുണ്ടാക്കാനുള്ളത് ഈ ഒരു ലോക്കിൻ്റെ താക്കോലാണ്. ഇതാണ്. അതിനുവേണ്ടി നമുക്ക് ഇതേ തിക്നെസ്സിലുള്ള ഒരു മെറ്റൽ പീസ് ആവശ്യമാണ്. മെറ്റൽ പീസ് ഉണ്ട് ഇവിടെ. നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കിട്ടിയൊരു മെറ്റൽ പീസാണ്. ഏകദേശം ഇതേ തിക്നെസ് തന്നെ ഉള്ളൊരു മെറ്റൽ പീസാണ്. ഇത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുന്നായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ താക്കോലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ പിടിക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസൈൻ നമ്മൾ മാറ്റി വേറൊരു ഡിസൈൻ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പകുതിയെ വരച്ചിട്ടുള്ളൂ. മറുഭാഗം കൂടി വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഈ ഒരു പുറം ഭാഗം, ഈ ഔട്ട് സൈഡ് വെട്ടി മാറ്റുന്നു. അതിനുശേഷം ഈ നെടുകെ ഈ പകുതി മടക്കിയിട്ട് ഇതിനോട് ചേർത്ത് വെച്ചാൽ ആ ഭാഗം നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മെറ്റൽ പീസാണിത്. ഇത് ഒരുവിധം ക്ലീനാക്കി സാൻഡ് പേപ്പറിൽ ഇട്ട് വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വരച്ച് വെച്ച പേപ്പറിൻ്റെ പീസ്, ആ ഡിസൈൻ വരച്ചത്, ഇത് ഇതിലേക്കൊന്ന് പകർത്തിയെടുക്കാം. അപ്പം അതിനായിട്ട് നമുക്കിതിലൊന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇത് വരച്ചെടുക്കാം. ഇത് CD മാർക്കറാണ്. CD മാർക്കർ കൊണ്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഏകദേശം ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. ഈ ഒരു സൈഡും കൂടി നമുക്ക് വരച്ചെടുക്കാം. ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരച്ചെടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗമാണ്, ഒറിജിനൽ താക്കോലിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഒന്ന് വരച്ചെടുക്കാം. ശരിക്കും വെച്ചിട്ടുണ്ട്. ഇനി താക്കോലിൻ്റെ ഭാഗം കൂടി നമുക്കതൊന്ന് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. വളരെ ശ്രദ്ധിച്ച് പതുക്കെ കൃത്യമായിട്ട് ഒന്ന് വരച്ചെടുക്കാം.
ഇതിൻ്റെ ഈ ഭാഗങ്ങൾ നമുക്ക് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കിയുള്ളത് ഈ ഒരു ഹോളിടലും ഈ നീളത്തിലുള്ള ഈ ഒരു കട്ടിങ്സ്, ഒരു ചാല് പോലൊരു കട്ടിങ്സ് ഉണ്ട്, ഇതിടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഹാക്സ് ബ്ലേഡ് കൊണ്ട് ഈ ചാലിട്ട് കൊടുക്കാം. പക്ഷേ ഈ ഇവിടെ നിന്നിട്ട് ഈ അറ്റം വരെ ആ ചാല് പോലെ ഉണ്ടായി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതിൽ ആ ചാലിട്ട് ബാക്കി ഫിനിഷിംഗ് പരിപാടികൾ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ താക്കോലിൻ്റെ പണി മുഴുവനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒറിജിനൽ കീ ആയിരുന്നത്. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയ കീ ആണിത്. രണ്ടും കണ്ടില്ലേ. പിന്നെ നമ്മളിതൊന്ന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.